ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് തന്നെ കടക്കണം. വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നതിന് പിന്നിലെ പ്രധാന കാരണം നാളികേരത്തിന്റെ ലഭ്യത കുറവാണെന്ന് കേര ഫെഡ് MD സാജു കെ സുരേന്ദ്രൻ. കാലാവസ്ഥാ വ്യതിയാനം മൂലം തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാളികേരത്തിന്റെ ലഭ്യതയിലും നിലവാരത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിലെ നാളികേര വിപണിയിലും സ്ഥിതി സമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഓണക്കാലത്തും ഉയർന്ന നിരക്ക് തുടരാനാണ് സാധ്യത. ഇതിന്റെ പ്രധാന കാരണം കൊപ്രയുടെ വിലവർധന തന്നെയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കൊപ്രയുടെ വില 100% കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് ഏകദേശം ഇപ്പൊ 529 രൂപയാണ് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ വില വെച്ചിരിക്കുന്നത്. ആ വിലയിൽ ഏതാണ്ട് 25 രൂപ GST ആണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ മാർജിൻ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ വളരെ കുറച്ചതിന് ശേഷം ഞങ്ങളുടെ മാർജിൻ വളരെ കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് വിറ്റിട്ടുള്ളത്. 100 രൂപയ്ക്ക് കൊപ്ര അവൈലബിൾ ആയിരുന്ന സമയത്ത്, കഴിഞ്ഞ ഓണ സമയത്ത് നമ്മൾ 210 രൂപയായിരുന്നു MRP. ഇന്ന് അത് 300 രൂപയായി, 250-300 രൂപയായി. അപ്പം ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള കണക്ക് വെച്ചിട്ട് അന്ന് 210 ആണെങ്കിൽ ഇന്നത് 630 ആവണം. പക്ഷെ അത് 529 ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, ഓണക്കാലം അടുക്കുമ്പോഴേക്കും വലിയ തരത്തിൽ വെളിച്ചെണ്ണയുടെ വില ഉയർന്നത് ഒരു വിഷയം, വെളിച്ചെണ്ണ കിട്ടാനില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കേര ഫെഡ് അടക്കം കടന്നതായിട്ടുള്ള സൂചനകൾ പോലുമില്ല. ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ മോശമാവുന്നു? ഇപ്പോൾ എങ്ങനെയാണ് 1 ലിറ്ററിന് വില? അപർണ, വെളിച്ചെണ്ണ വില പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഓണക്കാലം ആകുമ്പോഴേക്കും ഇതിലും വില വർദ്ധിക്കും. സാധാരണക്കാർക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞു പോകുന്ന കേരാമൃത് വെളിച്ചെണ്ണയുടെ നിർമ്മാണ യൂണിറ്റിലാണ്, കോഡൂരിൽ, മലപ്പുറത്ത്. സഹകരണ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കോഡൂർ സഹകരണ ബാങ്കിൻ്റെ 2001 മുതൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, ഇപ്പോൾ വെളിച്ചെണ്ണ വില ഒരു പിടുത്തവും കിട്ടാതെ മോളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വില എത്രയാണ് ഇന്നത്തെ? എന്താണ് ഈ വില വർദ്ധിക്കാനുള്ള ഒരു കാരണം? നാളികേരത്തിൻ്റെ ഷോർട്ടാണ് പ്രധാനമായും. അതുതന്നെയാണ് വില കൂടാനുള്ള പ്രധാന കാരണം. എത്രയാണ് ഇപ്പോഴത്തെ വില ഇവിടെ? ഇപ്പോൾ കിലോയ്ക്ക് 460 രൂപയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് എത്തിയിട്ടുണ്ട്. 74 രൂപ വരെ, നമ്മൾ 75 രൂപ വരെ നാളികേരത്തിന് കൊടുക്കുന്ന സ്ഥിതി വന്നു. അത്രയായാലും നാളികേരം കിട്ടാത്തൊരു സ്ഥിതിയുണ്ട്. ഈ നാളികേരത്തിൻ്റെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലാണത്? നാളികേരത്തിൻ്റെ ഷോർട്ട് പറഞ്ഞാൽ കാർഷിക ഉൽപ്പാദനത്തിൽ വന്ന കുറവുണ്ട്. അതോടൊപ്പം തന്നെ നാളികേരമായിട്ടുള്ള ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇളനീരിൻ്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റിൽ, ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഇളനീരിൻ്റെ ഉപയോഗം ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജസ്ഥാൻ അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലും ഈ ഇളനീരിൻ്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അത് കാരണം ഈ ഇളനീര് നന്നായി കയറി പോകുന്നുണ്ട്. കൊപ്രയാക്കാൻ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കുറവ് നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വില ഇങ്ങനെ ഉയരുകയാണെങ്കിൽ ഓണക്കാലൊക്കെ ആകുമ്പോഴേക്കും ഇതിപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണല്ലോ. ഏതുവരെ പോകുന്ന നിങ്ങളുടെ ഒരു? അതെ, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ്. കഴിഞ്ഞ 2024 ഇതേ സമയത്ത് എടുത്ത് നോക്കുമ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണ വിറ്റിരുന്നത് 187 രൂപയ്ക്കാണ്. അതാണിപ്പോൾ ഈ വിലയിൽ എത്തിക്കഴിഞ്ഞത്. ഓണക്കാലം എന്ന് പറയുമ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം സീസണാണ്. എന്തായാലും ഒരല്പം വില കൂടാനാണ് സാധ്യത. 500-ന് മുകളിൽ ഇപ്പോൾ തന്നെ കടന്നു കഴിഞ്ഞു അല്ലേ? 500-ന്റെ അടുത്തെത്തി തുടങ്ങി. ഇതിങ്ങനെ വില കൂടുമ്പോൾ അതിൻ്റെ പല ദോഷവശങ്ങളും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും മായം കലർന്ന വെളിച്ചെണ്ണ വരാനുള്ള സാധ്യത, അങ്ങനെ പലതും ഇല്ലേ? അപ്പോൾ ഈ വിപണി വില നിയന്ത്രിക്കേണ്ടത് ഒരു ആവശ്യകതയല്ലേ? മായം കലർന്ന വെളിച്ചെണ്ണ വരാനുള്ള സാധ്യത കൂടും. വില കൂടുന്നതിനനുസരിച്ച് മായവും കൂടും. വില നിയന്ത്രിക്കാൻ നമ്മൾ പരമാവധി കാര്യമായ മാർജിൻ ഇല്ലാതെയാണ് ഈ സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഹകരണ സ്ഥാപനം എന്നുള്ള രീതിയിൽ വലിയ ലാഭപ്രതീക്ഷ ഇല്ലാതെയാണ് നമ്മൾ കൊടുക്കുന്ന 100% പ്യുവറായിട്ടുള്ള ഓയിൽ നമ്മൾ കൊടുക്കുന്നത്. തേങ്ങ കിട്ടാതെ വെളിച്ചെണ്ണ ഉണ്ടാവില്ലല്ലോ. ഇല്ല, നാളികേരം കിട്ടാതെ വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഈ ഏറ്റവും അധികം കൊപ്ര വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണോ ഇവിടേക്ക് സാധാരണ കേരളത്തിലെ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് വരുന്നത്? കേരളത്തിലെ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റിലേക്ക് പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ഈ നാളികേരം നമ്മളെ പ്രദേശത്തും
പരിസര പ്രദേശത്തെ മലപ്പുറം മുനിസിപ്പാലിറ്റി തുടങ്ങിയ മറ്റ് നമ്മുടെ പരിസര പഞ്ചായത്തിൽ നിന്നെല്ലാം നമുക്ക് നാളികേരം കിട്ടുന്നുണ്ട്. അത് ഇവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഷോർട്ടേജ് ഉണ്ടോ? നമുക്ക് ഷോർട്ടേജ് ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓയിൽ കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാളികേരം ഷോർട്ടാണ്. അതുകൊണ്ടാണോ ഞായറാഴ്ച വരെ ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് ഈ കുറച്ചധികം ഓർഡർ ഉണ്ട്, സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് ഓർഡറുകളുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച വരെ നമ്മളെ തൊഴിലാളികളെ നമ്മൾ തൊഴിലെടുക്കുകയാണ്. ഏറ്റവും അധികം വിപണനം ഉണ്ടാകുന്നത് ഓണക്കാലത്താണ്. സാധാരണഗതിയിൽ ഓണക്കാലത്ത് എത്ര അധികം വെളിച്ചെണ്ണ വിപണിയിൽ എത്തിക്കേണ്ടി വരാറുണ്ട്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണത്? ഓണക്കാലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിപണിയിൽ എത്തിക്കേണ്ടി വരുന്നത്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് വെച്ചാൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന കേരളത്തിലും ഉടനീളം നടത്തുന്ന ഓണച്ചന്തകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ത്രിവേണി ബ്രാൻഡിൽ അവർ ഉപയോഗിക്കുന്നത് നമ്മളാണ് അത് ചെയ്തു കൊടുക്കുന്നത്. അത് കേരളത്തിലുടനീളം ഏകദേശം ഒരു 3-3.5 ലക്ഷം 1 ലിറ്റർ പാക്കറ്റുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്കാണ്. നാളികേരം കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. നാളികേരം ഞങ്ങൾ അതിന് മുൻകൂട്ടി സ്റ്റോക്ക് ചെയ്ത് വരുന്നുണ്ട് ആവശ്യത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. നാളികേരത്തിന് എത്ര രൂപ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ? നാളികേരത്തിന് നമ്മൾ 75 രൂപ വരെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഓഫീസ് അവധിയാണ്. ഇന്നലെ അത് 68 രൂപയാണ്. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു? കഴിഞ്ഞ വർഷം ഇതേ സമയം 29 രൂപയാണ്. 29 68ലേക്ക് എത്തിയത്. ഇവിടെ അത്രയും കുറവ് വന്നിട്ടുണ്ട്. അതെ, വിലക്കയറ്റം വന്നു. അപർണ, ഇതാണ് വളരെ കൃത്യമാണ്. അതായത് കഴിഞ്ഞ തവണ 29 രൂപയായിരുന്നു നാളികേരത്തിൻ്റെ കിലോ വിലയെങ്കിൽ ഇപ്പോൾ 68 എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ വിലയിലുണ്ടായ വർധനവ് വെളിച്ചെണ്ണയിലേക്കും വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ 187 ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ 460ലേക്കാണ് വന്നിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ വില. അപ്പോൾ ഇനി ഓണക്കാലമാകുമ്പോഴേക്കും ഏറ്റവും അധികം വിപണിയിൽ ആവശ്യമുള്ള ഒന്നായി വെളിച്ചെണ്ണ മാറുമ്പോൾ വെളിച്ചെണ്ണയുടെ വില സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോട് വളരെ പെട്ടെന്ന് അത് ക്ലിയർ ആണ്. വളരെ പെട്ടെന്ന് ഒരു വർധന ഉണ്ടാവുന്നത് എന്ത് ഘടകമാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു വർധനയ്ക്ക് 2-3 മടങ്ങിലേക്ക് എത്തിയ എന്നുള്ളൊരു വലിയ ചോദ്യം. പക്ഷെ അപ്പോഴും ഇപ്പോൾ 2 ആഴ്ചയായിട്ടൊക്കെ കേര ഫെഡിന്റെ വെളിച്ചെണ്ണ പോലും കടകളിൽ കിട്ടാത്ത സാഹചര്യം. ഈ മനഃപൂർവ്വമുള്ള ഒരു പൂഴ്ത്തിവെപ്പ് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് എന്ന് തോന്നുന്ന തരത്തിലുള്ള പല റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ലഭ്യമായിരുന്ന വെളിച്ചെണ്ണ എന്തുകൊണ്ട് കിട്ടുന്നില്ല? പല ബ്രാൻഡുകളും കിട്ടുന്നില്ല. പുറത്തു വരുന്നത് വ്യാജ ബ്രാൻഡുകൾ ഒക്കെ തന്നെയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിനകത്ത് വളരെ സ്വാഭാവികമായിട്ടല്ലാത്ത ചില കാര്യങ്ങൾ വിപണിയിൽ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന് കൂടി അത് സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ഈ വിപണിയിലെ വർധനവുണ്ടായതോടെ പല ബ്രാൻഡിൻ്റെയും വെളിച്ചെണ്ണ കിട്ടാനില്ല. ഈ ഒരു വില വർധനവ് സ്വാഭാവികമായിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ഏതെങ്കിലും കമ്പനികളുടെയോ വലിയ കുത്തക മുതലാളിമാരുടെയോ ഒക്കെ ഒരു പൂഴ്ത്തിവെപ്പ് ഈ ഒരു വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പൂഴ്ത്തിവെപ്പ് നമ്മൾ കരുതുന്നില്ല. പ്രധാനമായിട്ടും ഉൽപ്പാദനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. നാളികേരം നേരിട്ട് ഉപയോഗിക്കുന്ന കോക്കനട്ട് പൗഡർ, അതുപോലെ കോക്കനട്ട് മിൽക്ക്, ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്കും രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളിലും ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് നാളികേരത്തിൻ്റെ ഗുണമേന്മ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഡിമാൻഡ് കൂടുകയാണ്. അതെ, ഡിമാൻഡ് കൂടുകയാണ്. അതോടെ അത്തരത്തിൽ നാളികേരം നേരിട്ട് ഉപയോഗിക്കുന്ന രീതി വന്നപ്പോൾ കൊപ്രയാക്കാനോ അത് വെളിച്ചെണ്ണയാക്കാനോ ഉള്ള നാളികേരത്തിൻ്റെ കുറവ് വന്നു. അത് വിലക്കയറ്റത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. ഇതോടൊപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് ഈ വ്യാജ വെളിച്ചെണ്ണ വരാനുള്ളൊരു സാധ്യത? അതിനെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വ്യാജ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ പല ഓയിലുകളും മിക്സ് ചെയ്തിട്ടാണ് വ്യാജ വെളിച്ചെണ്ണകൾ വരുന്നത്. അതിൽ വെളിച്ചെണ്ണയുടെ അംശം കുറവായിരിക്കും. പക്ഷെ അത് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അറിയാം. ഉപഭോക്താക്കൾക്ക് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്ക് അത് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയും. കളറിൽ വ്യത്യാസം വരും, അതുപോലെ വെളിച്ചെണ്ണയുടെ സ്മെല്ലിൽ വ്യത്യാസം വരും. പിന്നെ ഇതെല്ലാം മറികടക്കാൻ വ്യാജൻ ഇറക്കുന്നവർക്ക് അതിന് കഴിഞ്ഞേക്കാം. സത്യത്തിൽ ഈ വിലവർധനവ് ഏറ്റവും അധികം ബാധിക്കുന്നതും ഇത് യഥാർത്ഥ രീതിയിൽ വിപണിയിൽ എത്തിക്കുന്നവരാണ്. കാരണം അവരുടെ ഉൽപ്പന്നത്തിനെ മറികടക്കുവാൻ ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങൾ ധാരാളമായിട്ട് വരികയും അത് ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് വരെ ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അതെ. വില കുറഞ്ഞ ഓയിലുകൾ വാങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉപഭോക്താവിന് ചെയ്യാൻ പറ്റാവുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഈ കൊപ്ര മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കിയിട്ട് വില നിയന്ത്രിക്കുക എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പമല്ലോ. കാരണം ഓണം എന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങൾക്കപ്പുറം ആയല്ലോ അല്ലേ? അതെ. ഓണത്തിനുള്ള വർക്ക് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൽ വില നിയന്ത്രിക്കാൻ കമ്പനികളെന്ന് വിചാരിക്കണം അല്ലേ? അതെ. പിന്നെ സർക്കാരിൻ്റെ ഇടപെടലും അതിൽ വരുമല്ലോ.
തീർച്ചയായും അപർണ, അതാണ് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. നമുക്ക് അരിയുടെ ക്ഷാമമോ മറ്റ് ഉൽപ്പന്നങ്ങളുടെ ക്ഷാമമോ ഒക്കെ ആണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അതിൻ്റെ കുറവ് നികത്താൻ കഴിയും. പക്ഷേ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന കൊപ്രയുടെ കുറവ് നികത്തുക അത്ര എളുപ്പമല്ല. മാത്രമല്ല അത് മാസങ്ങൾ ദിവസങ്ങൾ നീളുന്ന ഒരു പ്രോസസ്സാണ് വെളിച്ചെണ്ണ നിർമ്മാണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓണം മുൻനിർത്തി ഇപ്പോൾ എന്തെങ്കിലും നടപടി എടുത്താൽ മാത്രമേ അതിലേക്ക് എത്തുകയുള്ളൂ. അതല്ലെങ്കിൽ നിർമ്മാണ കമ്പനികളും സർക്കാരും ഇതിലിടപെട്ട് വിപണിയിലെത്തുന്ന വെളിച്ചെണ്ണയുടെ ലാഭം കുറച്ച് ഉപഭോക്താക്കൾ നൽകേണ്ട സാഹചര്യം വരും എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. റൈറ്റ്. CV അനുമോദ് വിവരങ്ങൾ നൽകുമ്പോൾ